ഹായ് ഫ്രണ്ട്സ്, ഇവിടെ സ്വിച്ച് കംപ്ലൈൻ്റ് ആയിട്ട് വർക്കാവാത്തൊരു പവർ പ്ലഗ് ആണിത്. അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് ചേഞ്ച് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ മില്യൻ്റെ പുതിയൊരു പവർ പ്ലഗ്, അതേ അളവിലുള്ള പുതിയൊരു പവർ പ്ലഗ് വാങ്ങി വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ പഴയത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ കണക്ഷൻസ് എല്ലാം ഈ ഒരു പുതിയതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പല വീടുകളിൽ ഇതുപോലുള്ള പഴയ ടൈപ്പ് പവർ പ്ലഗുകൾ കംപ്ലൈൻ്റ് ആയിട്ട് ഇരിപ്പുണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ റീപ്ലേസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതേ അളവിലുള്ള പുതിയ ഒരെണ്ണം വാങ്ങി വന്നതിന് ശേഷം പഴയ കണക്ഷൻസ് എല്ലാം പുതിയതിലേക്ക് അതേപടി സെറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതിനകത്ത് വരുന്ന കണക്ഷൻ മെയിൻ ഫേസ് ലൈൻ ഫ്യൂസിൻ്റെ ഒരു സൈഡിലും ഫ്യൂസിൻ്റെ രണ്ടാമത്തെ സൈഡിൽ നിന്നും സ്വിച്ചിൻ്റെ അടിവശത്തും സ്വിച്ചിൻ്റെ മുകളിൽ നിന്നും ഒരു കണക്ഷൻ സോക്കറ്റിൻ്റെ റൈറ്റ് സൈഡിലേക്കും അതുപോലെ ന്യൂട്രൽ ലൈൻ ഇടതുവശത്തുമാണ് കണക്ട് ചെയ്യുന്നത്. എർത്ത് ലൈൻ സോക്കറ്റിൻ്റെ മുകൾ വശത്തുള്ള എർത്ത് ടെർമിനലും കണക്ട് ചെയ്യണം. അതുപോലെ ഇതിനകത്തൊരു ഇൻഡിക്കേറ്റർ ഉണ്ടാവും. ആ ഒരു ഇൻഡിക്കേറ്റർ സോക്കറ്റിൻ്റെ രണ്ട് സൈഡിലായിട്ടുള്ള ഫേസിലും ന്യൂട്രലിലും കണക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിൽ വരുന്ന ഫ്യൂസിനകത്ത് ഒരു വയറിൻ്റെ രണ്ട് കോപ്പർ കമ്പി എടുത്തതിന് ശേഷം അതുകൂടി കെട്ടിയിട്ട് കഴിഞ്ഞാൽ കണക്ഷൻസ് ഇവിടെ ഓക്കെ ആവും. ഇപ്പോൾ നമ്മുടെ പവർ പ്ലഗ് കറക്റ്റായിട്ട് തന്നെ ഇവിടെ വർക്ക് ആവുന്നുണ്ട്.